ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ രാഹുൽ കടുത്ത നീക്കം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം വരെ രാഹുലിന്റെ തീരുമാനത്തിൽ അല്പം മയമുണ്ടായിരുന്നു എങ്കിൽ ഇനി അത് പ്രതീക്ഷിക്കേണ്ട എന്ന് രാഹുൽ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ മുന്നണിയിലുള്ള 3 പാർട്ടികളും മറുകണ്ഠം ചാടിയപ്പോൾ കൂസലില്ലാതെയാണ് രാഹുൽ മുന്നോട്ട് നീങ്ങിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ കോൺഗ്രസിന്റെ മൃദു സമീപനം മാറ്റിപ്പിടിച്ചേ തീരൂ എന്നാണ് രാഹുൽ പ്രഖ്യാപിച്ചത്. ഡൽഹിയുടെ കാര്യത്തിൽ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടതില്ല. ഇനി അങ്ങോട്ട് കെജ്രിവാളുമായി കോൺഗ്രസിന് ഒരു ബന്ധവുമില്ല എന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് വ്യക്തമാക്കുകയും ചെയ്തതോടെ കോൺഗ്രസിന്റെ നിലപാടുകൂടി ഇവിടെയും വ്യക്തമായിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ രാഹുൽ പറഞ്ഞത് AAP ഇന്ത്യ മുന്നണിയിൽ ഉള്ളതാണ്, അതുകൊണ്ട് രാഷ്ട്രീയ ശത്രുപക്ഷത്ത് BJPയെ നിലയുറപ്പിച്ചാൽ മതി എന്നായിരുന്നു. അവിടേക്കാണ് കയ്യും കണക്കുമില്ലാത്ത രൂക്ഷ വിമർശനം കെജ്രിവാൾ അഴിച്ചുവിടുന്നത്. BJPയുമായി കോൺഗ്രസ് ഡൽഹിയിൽ കൂട്ടുകച്ചവടത്തിന് ഇറങ്ങിയിരിക്കുകയാണ് എന്ന തരത്തിലൊക്കെയായിരുന്നു കെജ്രിവാൾ പറഞ്ഞു നടന്നത്. അവിടെ ഒന്നും നോക്കാതെ രാഹുൽ തുറന്നടിക്കുകയാണ് ഉണ്ടായത്. കെജ്രിവാളിനും മോദിക്കും ഒരേ സ്വഭാവം എന്നായിരുന്നു അത്. അതുകൊണ്ട് ഇനി ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ശരി, ഇനി AAPയുമായി ഒരു ഒത്തുചേരൽ ഇല്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന് വീണ്ടും പറയാനുള്ളത്. കാരണം സഖ്യത്തിനില്ല എന്ന് ഹരിയാനയിലായാലും ശരി, ഡൽഹിയിലായാലും ശരി തീരുമാനിച്ചത് AAPയാണ്. അതുകൊണ്ടിനി കോൺഗ്രസ് പുതിയ വഴികൾ തേടുകയാണ്. രാഹുലും പ്രിയങ്കയും ഒപ്പത്തിനൊപ്പം ഇവിടെ പ്രചാരണ രംഗത്തുണ്ട്. ഇവിടെ 10 മണ്ഡലങ്ങളിൽ പ്രിയങ്ക ഒറ്റയ്ക്കാണ് നയിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ശേഷിക്കെ AAP കോൺഗ്രസ് പോര് കടുക്കുകയാണ്. ദില്ലി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾ കൂട്ടത്തോടെ AAPക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് കോൺഗ്രസിന് വലിയ ക്ഷീണമായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് ആയിക്കോട്ടെ, സമാജ്വാദി പാർട്ടി ആയിക്കോട്ടെ, RJD എന്നീ പാർട്ടികളൊക്കെ AAPക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം ബീഹാറിലെത്തി രാഹുൽ ലാലു പ്രസാദ് യാദവിനെ അടക്കം കാണുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷവും AAPയോടുള്ള നിലപാടിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ദില്ലിയിൽ വിജയപ്രതീക്ഷയുള്ള 10 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചാരണം സജീവമാക്കുകയാണ് കോൺഗ്രസ്. റിപ്പബ്ലിക് ദിനത്തിനു ശേഷം രാഹുൽ ഗാന്ധി ഈ മണ്ഡലങ്ങളിൽ പദയാത്ര നടത്തും. പ്രിയങ്ക ഗാന്ധിയും യാത്രയിൽ അണിചേരുന്നുണ്ട്. കോൺഗ്രസ് BJPയാണ് സഹായിക്കുന്നത് എന്നാണ് AAPയുടെ വിമർശനം. എന്നാൽ AAPയാണ് ദില്ലിയിൽ ആദ്യം സഖ്യമില്ല എന്ന് പ്രഖ്യാപിച്ചതെന്ന് കോൺഗ്രസും തിരിച്ചടിക്കുന്നുണ്ട്. അതേസമയം ന്യൂദില്ലി മണ്ഡലത്തിൽ പ്രചാരണത്തിനിടെ കെജ്രിവാളിനെ BJP പ്രവർത്തകർ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന പ്രചാരണം ശക്തമാവുകയാണ്. കെജ്രിവാളിന്റെ കാറിനെതിരെ കല്ലേറ് നടന്നതായി AAP പരാതിപ്പെടുമ്പോൾ കെജ്രിവാളിന്റെ വാഹനം 2 യുവാക്കളെ ഇടിച്ചു തെറിപ്പിച്ചു എന്നാണ് BJP പ്രതികരിക്കുന്നത്. ദില്ലിയിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം കൂടിയാണിത്.